നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ആധ്യാത്മിക ജീവിതം കൊണ്ടുദ്ദേശിക്കുന്നത് ജീവിതാസ്വാദനം ഉപേക്ഷിക്കലല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുള്ള ഒരു പുരോഗതി മാത്രമാണ് ആവശ്യം. നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാമനാപൂരണത്തിൽ ഒരു തൃപ്തിയും വരുന്നില്ല. നമുക്കൊരു ചെറിയ വീടാണ് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി വലിയ വീടാണെങ്കിൽ എത്ര സൗകര്യമായേനെ എന്ന് തോന്നും. അതുമായി കഴിഞ്ഞാൽ പിന്നെ വീടിന് ആഡംബരം പോരാ എന്ന് തോന്നും. അയൽവീട് കുറെ കൂടി മെച്ചപ്പെട്ടതാണെങ്കിൽ അതിലും കേമമായത് തനിക്ക് വേണമെന്ന ആഗ്രഹം. ഇങ്ങനെ എത്ര ദൂരം നമുക്ക് പോകാൻ കഴിയും? ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല, തൃപ്തിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറയുന്നത്, ഒരേ ഒരു ആഹ്ലാദമേയുള്ളൂ, അത് ഈശ്വരീയ ചൈതന്യത്തെ അറിയുകയാണ്. ആ ആഹ്ലാദം നമ്മെ എന്നേക്കുമായി തൃപ്തരാക്കും. യഥാർത്ഥമല്ലാത്ത ഒന്നിൻ്റെയും പിന്നാലെ ഓടരുത്. ഓടി ഓടി നമ്മുടെ വീര്യം നഷ്ടമാക്കരുത്, സമയവും പാഴാക്കരുത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. പുനരപി രജനി പുനരപി ദിവസഃ പുനരപി പക്ഷഃ പുനരപി മാസഃ പുനരപി രജനി പുനരപി ദിവസഃ പുനരപി പക്ഷഃ പുനരപി മാസഃ പുനരപ്യയനം പുനരപി വർഷം പുനരപ്യയനം പുനരപി വർഷം തദപി ന മുഞ്ജത്യാശമർഷം തദപി ന മുഞ്ജത്യാശമർഷം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി ശങ്കരസ്തോത്രാമൃതം. ഓരോ സമയമാത്ര കഴിയുമ്പോഴും തൻ്റെ പ്രായം കൂടി വരുന്നു, മരണം വന്നടുക്കുന്നു. എന്നിരുന്നാലും മാനവൻ ആശയെയും അമർഷത്തെയും ഉപേക്ഷിക്കുന്നില്ല. ധനം, സ്വത്ത് തുടങ്ങിയവയിലും പേര്, പ്രശസ്തി തുടങ്ങിയവയിലുമെല്ലാം പലവിധ ആശകളെ വെച്ച് വളർത്തി കഴിയുന്ന മനുഷ്യൻ കാലത്താൽ ഹനിക്കപ്പെടുന്ന ആയുസിൻ്റെ ഗതിയെ ഓർക്കുന്നതേയില്ല എന്ന മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദത്തിലെ 10-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ 9 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. ഓരോ ശ്ലോകവും നമ്മളിൽ വിവേക വിചാരങ്ങളെ, വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നതാണ്, സാധനയിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ്. ഒടുവിൽ ദുസ്താരമായ അപാരമായ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. തുടർന്ന് പുനരപി രജനീ പുനരപി ദിവസഃ പുനരപി പക്ഷഃ പുനരപി മാസഃ പുനരപ്യയനം പുനരപി വർഷം തദപി ന മുഞ്ചത്യാശാമർഷം. പുനരപി രജനീ പുനരപി ദിവസഃ പുനരപി പക്ഷഃ പുനരപി മാസഃ പുനരപ്യയനം പുനരപി വർഷം തദപി ന മുഞ്ചത്യാശാമർഷം. നേരത്തെ ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാലക്രീഡതി ഗച്ഛത്യായുഹു എന്ന് പറഞ്ഞു. പകലും രാത്രിയും സായങ്കാലവും പ്രാതഃകാലവും ശിശിരവസന്തങ്ങളെപ്പോലുള്ള വിവിധ ഋതുക്കൾ ഇതെല്ലാം വന്നു പോകുന്നതിലൂടെ കാലക്രീഡതി, കാലം കളിക്കുകയാണ്. കാലം കളിക്കട്ടെ, അതിനെന്താ എന്നാണെങ്കിൽ ഗച്ഛത്തി ആയുഹു, അതിനനുസരിച്ച് നമ്മുടെ ആയുസ് പോകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടും ആശാവായുവെ ഉപേക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ അതേ കാലഗതിയെ മറ്റൊരു ഭാഷയിൽ പറയുകയാണ്. പുനരപി രജനി, വീണ്ടും രജനി, രജനി രാത്രി, വീണ്ടും രാത്രിയാവുന്നു. പകൽ വ്യവഹരിച്ച് നമ്മൾ പ്രവൃത്തികളെ നിർത്തുന്ന സമയത്ത് ഇതാ സന്ധ്യയായി, രാത്രിയായി. രാത്രിയായാലോ പുനരപി ദിവസഃ, വീണ്ടും പകലായി. പുനരപി ദിവസഃ പുനരപി പക്ഷഃ, പിന്നെ പക്ഷമായി. ദിവസങ്ങൾ ചേർന്ന് പക്ഷമായി, പക്ഷങ്ങൾ ചേർന്നോ മാസമായി, മാസങ്ങൾ ചേർന്നോ അയനമായി, അയനങ്ങൾ ചേർന്നോ വർഷമായി. ഇങ്ങനെ കാലം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പകലും രാത്രിയും ചേർന്നാൽ ദിവസം, അങ്ങനെ 15 ദിവസങ്ങൾ ചേരുമ്പോൾ പക്ഷങ്ങളായി. ചന്ദ്രൻ്റെ വൃദ്ധിപക്ഷം ശുക്ലപക്ഷം, ചന്ദ്രൻ്റെ ക്ഷയപക്ഷം കൃഷ്ണപക്ഷം. അങ്ങനെ ചന്ദ്രനെ അനുബന്ധിച്ച് ചന്ദ്രൻ്റെ വൃദ്ധിയുടെയും ക്ഷയത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും. ഈ 2 പക്ഷങ്ങൾ ചേർന്നാലോ, പക്ഷങ്ങൾ ചേർന്നാൽ മാസമായി. പക്ഷദ്വയം മാസം, 2 പക്ഷം ചേർന്നാൽ ഒരു മാസം. അങ്ങനെ 6 മാസങ്ങൾ ചേരുമ്പോൾ അയനമായി. അയനം സൂര്യഗതിക്ക് അനുസരിച്ചാണ്. പക്ഷങ്ങളെ നിശ്ചയിക്കുന്നത് ചന്ദ്രനാണെങ്കിൽ അയനത്തെ നിശ്ചയിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ ഉത്തരാഭിമുഖമായി സഞ്ചരിക്കുന്ന ഉത്തരായണകാലം, സൂര്യൻ ദക്ഷിണാഭിമുഖമായി സഞ്ചരിക്കുന്ന ദക്ഷിണായനകാലം. മകരസംക്രാന്തി മുതൽ 6 മാസം ഉത്തരായണം, അനന്തരം 6 മാസം ദക്ഷിണായനം. 2 അയനം ചേർന്നപ്പോഴോ ഒരു വർഷമായി. ഇങ്ങനെ കാലം മുന്നോട്ട് പോവുകയാണ്. കാലം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ആയുസ് ഓരോ വർഷം കുറഞ്ഞു. അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് ഒരു മാസം കുറഞ്ഞു. കാരണം മരണം സുനിശ്ചിതമാണ്. മരണത്തെ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കാൻ ആർക്കും സാധ്യമല്ല. മരിച്ചേ മതിയാവും. ഈയൊരു കാലഗതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് തദപി, ഇങ്ങനെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ന മുഞ്ചത്യാശാമർഷം, ന മുഞ്ചതി, ഉപേക്ഷിക്കുന്നില്ല. എന്തിനെ ഉപേക്ഷിക്കുന്നില്ല? ആശാമർഷങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ആശയെയും അമർഷത്തെയും.
ആശയെയും അമർഷത്തെയും എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിൽ നമ്മൾ എടുക്കണം. എന്താണ് ആശ? ആശ എന്ന് പറയുമ്പോൾ നമ്മൾ പലതിനെ ആഗ്രഹിക്കുന്നു. പണമാകാം, സ്ഥാനമാകാം, അധികാരമാകാം, സ്വത്താകാം, ആണിനെയാകാം, പെണ്ണിനെയാകാം, വസ്തുക്കളെയാകാം, പലതിനെ ഇന്നതെന്ന് പറയാൻ വയ്യ. ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങളാൽ പ്രേരിതരായിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ആഗ്രഹങ്ങളാണ് നമ്മളെ കൊരുക്കുന്നതും. ഈ ആഗ്രഹങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, ലഭിക്കുമെന്ന് ഉറപ്പുള്ള ആഗ്രഹം. രണ്ട്, ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ആഗ്രഹം. ഒരാളൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു, ആ ലോട്ടറി തനിക്ക് അടിക്കണേ എന്ന് ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം ഒരു ഉറപ്പുള്ളതല്ല. അതിന് നമ്മൾ ആശ എന്നാണ് പറയുക. ആശ. ഇനി ലോട്ടറി അടിച്ചു, ഒന്നാം സമ്മാനം താൻ വാങ്ങിയ ടിക്കറ്റിനാണ്. പക്ഷെ തൽക്കാലം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല, ഇനി പണമായിട്ട് വേണം. അത് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ളതിനെ ആഗ്രഹിച്ചാൽ അത് പ്രതീക്ഷയാണ്. കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിനെ ആഗ്രഹിച്ചാൽ ആശ, കിട്ടുമെന്ന് ഉറപ്പുള്ളതിനെ ആഗ്രഹിച്ചാൽ പ്രതീക്ഷ. ഇതാണ് ആശ. മനുഷ്യൻ ആശാബദ്ധനായിട്ടാണ് കഴിയുന്നത്. എന്നല്ല, വിവിധങ്ങളായ ആശകളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി മറ്റൊരു ഭാഗത്ത് അമർഷം. തൻ്റെ മനോഗതത്തിനനുസരിച്ചാണ് താൻ മറ്റുള്ളവരെയും മറ്റ് സാഹചര്യങ്ങളെയും അനുകൂലം പ്രതികൂലം എന്ന നിലയ്ക്ക് എടുക്കുന്നത്. ഒരിക്കലും ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ സഹജഭാവത്തിനനുസരിച്ചല്ല നമുക്കൊന്നിനോട് ആഗ്രഹമോ വിരോധമോ തോന്നുന്നത്. മറിച്ച് നമ്മുടെ വൃത്തിക്കനുസരിച്ചാണ്. നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ വൃത്തിക്കും അനുകൂലമാകുമ്പോൾ മറ്റൊരു വസ്തു നമുക്ക് പ്രിയപ്പെട്ടതാകാം. അഥവാ നമ്മുടെ സങ്കല്പങ്ങൾക്കും ഗുണഘടനയ്ക്കും വിരുദ്ധമാകുമ്പോൾ മറ്റൊന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തതാകാം. ആ വസ്തുവിൻ്റെ അപേക്ഷയിലല്ലാതെ നമ്മുടെ വൃത്തിക്കനുസരിച്ചാണ്. നമ്മുടെ വൃത്തിക്കനുസരിച്ച് അനുകൂലമെന്ന് നാം കണക്കാക്കുന്നത്, അങ്ങനെ തന്നെ പറയണം, നമ്മുടെ വൃത്തിക്കനുസരിച്ച് അനുകൂലമെന്ന് നാം കണക്കാക്കുന്നത് നമുക്ക് ലഭിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അമർഷമായി. അഥവാ നാം ഇച്ഛിക്കുന്നത് പോലെ അല്ലാതെ ആരെങ്കിലും നമ്മളോട് പെരുമാറിയാൽ അമർഷമായി. അത് അവരുടെ ദോഷമല്ല, മറിച്ച് നമ്മുടെ വൃത്തിക്ക് വിരുദ്ധമായിട്ട് അവർ പെരുമാറുമ്പോഴാണ് നമുക്ക് അമർഷമാകുന്നത്. അപ്പം നമ്മൾ നമ്മുടെ വൃത്തി കൊണ്ട് ഉണ്ടാക്കി തീർക്കുന്നതാണ് അമർഷം. അമർഷം എന്തിനോട് വന്നോ അതിനെ അകറ്റാൻ നമ്മൾ ത്വര പൂണ്ടവരാകും. ഇങ്ങനെ ആശയും അമർഷവും ഇത് രണ്ടും ഉപേക്ഷിക്കുന്നില്ല. എത്ര വൃദ്ധാവസ്ഥയിലെത്തിയാലും ആശാമർഷങ്ങളെ ഉപേക്ഷിക്കാതെ മനുഷ്യൻ ബദ്ധരായി കഴിയുകയാണ്. ഈ സംസാരബദ്ധസ്ഥിതിയെയാണ് ഈ ശ്ലോകം വരച്ച് കാണിക്കുന്നത്, കാലഗതിയോട് ബന്ധപ്പെടുത്തി. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. സാധാരണ മനുഷ്യർ ഹൃദയം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈശ്വരനോടുള്ള ബന്ധം നിരുപാധികമായിരിക്കണം. അതെങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി അനഘാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരി നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. നമ്മൾ ഈശ്വരവിശ്വാസികളാണ്, ഈശ്വരനെ വിളിക്കാറുണ്ട്, ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? മറ്റു ബന്ധങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വളരെയധികം വാചാലരാകും. പക്ഷേ ഈശ്വര പ്രേമത്തിൻ്റെ മഹത്വവും ഈശ്വരനോട് ആവശ്യങ്ങൾ പറയുന്നതും എന്ത് വ്യത്യാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാവോഷ്മളത കൊണ്ടല്ല, തൻ്റെ മനസ്സുകൊണ്ട് മാത്രമാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? അനേകം ആവശ്യങ്ങളാണ്. അത് കുറ്റമാണെന്ന് പറയാൻ സാധിക്കില്ല. എല്ലാവരും ചെയ്യുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് കുറ്റമല്ലെന്ന് പറഞ്ഞത്. എല്ലാവരും ചെയ്യുന്നത് ഓരോ ആവശ്യങ്ങൾ ഓരോ വ്യക്തിയുടെയും
പല തലത്തിലുള്ള ആവശ്യങ്ങളാണ് അവിടെ ആവശ്യപ്പെടുന്നത്. അവിടെ നമ്മൾ ഈശ്വരനുമായൊരു ബന്ധം വരുത്താൻ ശ്രമിക്കണം. ഇതാണ് അമ്മയും പറഞ്ഞു തരുന്നത്. ഈശ്വരനോടുള്ള നമ്മുടെ ബന്ധം നിരുപാധികമായ സ്നേഹത്തിൻ്റേതാകണം. അവിടെ ഒരു ഉപാധി ഉണ്ടാകാൻ പാടില്ല. അമ്മ പറയുന്നത് ഈശ്വരനോട് പ്രേമം വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, എത്ര നാളായി ഞാൻ ഈശ്വരനെ വിളിക്കുന്നു എന്ന് തോന്നും. ശരിയാണ്. അതൊരു പരാതിയായിട്ട് നമ്മൾ എടുത്താൽ അതിന് മറുപടി നമ്മൾ വിളിക്കേണ്ടതുപോലെ വിളിച്ചില്ല എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉള്ളിൽ മറ്റെന്തോ ആയിരുന്നു, പക്ഷേ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ എന്നതുപോലെ ഒരു ആത്മവിശ്വാസത്തോടെയും അടുപ്പത്തിൻ്റെയും അനുഭൂതിയോടെ ആണ് നമ്മൾ ഈശ്വരനോട് സംസാരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മറ്റുള്ള ബന്ധങ്ങൾ പോലെയല്ല ഈശ്വരനുമായിട്ടുള്ള ബന്ധം. ഈശ്വരൻ മാത്രമാണ് എന്നെന്നുമുള്ള നമ്മുടെ യഥാർത്ഥ ബന്ധു. മറ്റൊരു ബന്ധത്തിനും ആ ഒരു ദൃഢതയില്ല. മറ്റെല്ലാ ബന്ധങ്ങളും നമുക്കറിയാവുന്നതുപോലെ തന്നെ അത് സുഹൃബന്ധങ്ങളാകട്ടെ അല്ലെങ്കിൽ വീട്ടിലെ ബന്ധങ്ങളാവട്ടെ, അതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം തട്ടി പൊട്ടി തകർന്നു പോകുന്നതാണ്. മറ്റൊരു ബന്ധത്തിലും ഇല്ലാത്ത തരത്തിൽ ദിവ്യജനനി എന്ന ഭാവത്തിലും അല്ലെങ്കിൽ നമ്മുടെ അവകാശമാണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെയും നമുക്ക് ഈശ്വരനോട് സംസാരിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. അമ്മ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് ചില തരത്തിൽ. അപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബന്ധം ആണ് ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള മാനുഷികമായ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാവം. ആ ഒരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെ ഈശ്വരനോട് നമുക്ക് ഒരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോട് പൊറുക്കാനും സ്നേഹിക്കാനും കഴിയും, ഇല്ലേ? അപ്പോൾ ആ ഒരു ഭാവമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തും തുറന്നു പറയാനും അമ്മയോട് പറയുന്നത് പോലെ ഈശ്വരഭാവത്തിലൂടെ അല്ലെങ്കിൽ ഈശ്വര സ്നേഹത്തിൻ്റെ മഹിമയിൽ നമ്മൾ ബന്ധത്തെ കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം. ഇത് എളുപ്പത്തിൽ സാധിക്കാവുന്നൊരു കാര്യമാണ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈശ്വരൻ എന്ന് പറയുന്നത് ആകാശത്ത് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതല്ല ഈശ്വരൻ എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആളാണെന്ന് തോന്നലുണ്ടാകുന്ന സമയത്ത്, അങ്ങനെ തോന്നാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ ഭാവത്തിനെ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ മനുഷ്യദൈവം എന്ന് പറയുന്ന കളിയാക്കുന്ന ചില ആൾക്കാരുണ്ട്. നമുക്ക് അവരോട് പറയാൻ സാധിക്കണം, എൻ്റെ ദൈവം മനുഷ്യരൂപത്തിൽ മതി, എൻ്റെ ദൈവം മനുഷ്യനായി മതി എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഭാവം ഉണ്ടാകുന്ന സമയത്ത് അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈശ്വരനെ ആരാധിക്കാൻ സാധിക്കുക? ആ ഗുണങ്ങളെല്ലാം ഒരുമിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. പക്ഷേ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ ദേവതകൾക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ദേവതകൾക്ക് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് നാം അന്തർമുഖരായി ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് കാണാൻ ശ്രമിക്കാറില്ല. അതാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെയാണ് നമ്മൾ ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിയേണ്ടത്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
जय जय हनुमान जय हनुमान जगत्रय पूजित जय भगवान जय जय हनुमान जय हनुमान जगत्रय पूजित जय भगवान जनिमृदि नाशक जन्म विमोचक जनक वत्सल जय हनुमान जनक वत्सल जय हनुमान जय जय हनुमान जय हनुमान जगत्रय पूजित जय भगवान।